നമ്മളിതാ വള്ളിക്കുന്നിന്ന് ആലുവ വരെ ട്രെയിനിന് പോവുകയാണ്. ഇതാ നമ്മുടെ ട്രെയിൻ ഇതാ വരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നിപ്പോട് നിപ്പായിരുന്നു. ചേച്ചിക്ക് സീറ്റ് കിട്ടി, ഞാനിതാ നിൽക്കുന്നു. ഷൊർണൂരെത്തി. എന്നിട്ട് വട 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 കേൾക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് നിന്ന് അങ്ങനെ നമ്മൾ ആലുവ, മഴ പെയ്യുന്ന സ്റ്റേഷൻ, മഴ ചോരുന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ എവിടെ തിരിഞ്ഞാലും മഴ. ഇതാ അവിടെ നോക്കൂ, എ സി റൂമിൻ്റെ മുന്നിൽ അവിടെ മഴ. ഈ തിരക്കിനുള്ളിലൂടെ ഇതാ നമ്മൾ പുറത്തേക്ക് പോകുന്നു. എക്സാം സെൻറ്ററിലേക്ക് പോകാനുള്ള പോക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി, ഫുഡ് കഴിച്ചു. ദെൻ KSRTC ഇതാ കയറി. വീണ്ടും ഞാനിത് നിൽക്കുന്നു, ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. അവസാനം സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നേ, ഇറങ്ങാനുള്ള സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നേ എനിക്ക് സീറ്റ് കിട്ടുന്നു. ഇറങ്ങുന്നു. പിന്നെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 1-1.5 കിലോമീറ്റർ ഒരു നടത്തം. അങ്ങനെ നമ്മൾ എക്സാം സെൻറ്ററിലെത്തുന്നു. ഇങ്ങനെ നടന്ന് അവർ അതിനുള്ളിൽ കയറിപ്പോയി. അതാ കാണുന്നു, ഇതാണ് ആ കോളേജ്. അപ്പോൾ തെങ്ങിലിങ്ങനെ ചിത്രമൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന നല്ല സംഭവം, രസമുണ്ട് കാണാൻ. അതിങ്ങനെ കണ്ട് ഞാൻ ഈ എക്സാമിൻ്റെ ഒരു 1-2.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് പഴുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് പുഴമേലിഞ്ഞ് കടവൊഴിഞ്ഞ്. അങ്ങനെ എക്സാം കഴിഞ്ഞതാ എല്ലാവരും പുറത്തിറങ്ങി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ചേച്ചിയെയും കിട്ടി. അങ്ങനെ യൂബർ വിളിച്ചു. അതാ കാറിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നു. ട്രെയിൻ വരാനുള്ള കാത്തിരിപ്പ്. ഇതെല്ലാം അടുത്ത വണ്ടിയാണ്. അപ്പോൾ ട്രെയിൻ വന്നു, ബടാ തിരക്ക്. ഞാനിതാ ഊപ്പർ സീറ്റ് കണ്ടെത്തി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്.